ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ഡേ കഴിഞ്ഞിട്ടുള്ള ഒരു ഈവനിങ് റുട്ടീൻസ്, അതായത് റുട്ടീൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഗായ്സ്. അപ്പോൾ ഇന്ന് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. ഈവനിങ് ആയപ്പോഴത്തേനും ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ നോർമലി പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 5:30 to 10:30 ആ ഒരു ടൈമാണ്. ബ്രേക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇടയ്ക്കെടുക്കുന്ന ബ്രേക്കിലാണ് അമ്മൂനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. 10th എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെയാണ്. സോ ഇനി അതൊക്കെ ആയിട്ടൊന്ന് ബാലൻസ് ചെയ്ത് വരണം. അതുപോലെ തന്നെ ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സിൽ നമുക്കൊരു ചാപ്റ്റർ പഠിപ്പിച്ചിട്ടില്ല, ഒരു ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെച്ചു. അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പഠിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബയോളജി സയൻസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്, അന്നൊന്ന് പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് അന്നൊന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ടിലോട്ട് നമുക്ക് സ്കോർ ചെയ്ത് എത്താനായിട്ട് കഴിയുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു അക്കാഡമിക് ഇയറിൽ ഞാൻ ഹാബിറ്റ് ആക്കാൻ പോകുന്ന ഒരു സ്റ്റഡി ട്രാക്ക് എന്ന് പറയുന്നത് ഇതാണ്. അതായത് മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് 10th ആണെങ്കിൽ അറിയാമല്ലോ, നമ്മുടെ എക്സാമിൻ്റെ തലേന്നായിരിക്കും ചില സമയം പഠിക്കുക. പക്ഷേ +1 അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ബേസിക്കലി ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റഡി ട്രാക്ക് ഫോളോ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്റ്റഡി റുട്ടീൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതെ ബ്രേക്കൊക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കതൊരു മടുപ്പുണ്ടാവില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ക്ലാസ്സസ് ഉണ്ട്. ഇപ്പോൾ സൈലത്തിലാണെങ്കിൽ എനിക്ക് കുറച്ച് ക്ലാസ്സസ് ഇവിടെ പെൻഡിങ് ഉണ്ട്. അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ലൈവ്. പിന്നെ ചാനൽ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സൈലം ആപ്പ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നോട്ട്സ് എങ്ങനെയാണ് എഴുതുക. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം കേട്ടോ. നമ്മൾ പഠിച്ചത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച കാര്യം ഷോർട്ട് നോട്ട്സ് ആക്കി എഴുതുക. എന്നാൽ നമ്മൾ ഒരിക്കലും ആ കാര്യം മറക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ സ്വന്തമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ കോഡ് ഉണ്ടാക്കുക, കീ പോയിന്റ്സ്, അങ്ങനെ ചെറിയ ചെറിയ ഐഡിയാസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം ഓർമ്മയിലിരിക്കാൻ പറ്റും. ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർമ്മയിലിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റിക്കി നോട്ട്സിൽ ഒരു വലിയ നോട്ട് ഷോർട്ടാക്കി എഴുതിയിട്ട് അത് നമ്മുടെ സ്റ്റഡി ഏരിയയിൽ സ്റ്റിക്ക് ചെയ്യലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു സ്റ്റഡി ഏരിയ ഉണ്ടാവും. അപ്പോൾ അവിടെ എന്തായാലും സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് കാണുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാനും അതുപോലെ തന്നെ ഒക്കെ ഓർത്തെടുക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ സ്റ്റഡി ട്രാക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി സ്റ്റഡി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും. ഒരാഴ്ച എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ട്. അപ്പോൾ ഇനി എന്തായാലും വീഡിയോസ് കാണും. അപ്പോൾ ബൈ ഗൈസ്.